ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 7.5 സെൻറ്റിലെ വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 7.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 10 കിലോമീറ്ററാണ്. കൂടാതെ ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്റർ താഴെയുമാണ്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായി ഈ വീടിന്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നു. ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് നിലവിൽ ഈ വീടിന് നൽകിയിരിക്കുന്നത്. 3-4 കാറുകൾ വരെ സുഖമായി നമുക്ക് ഈ വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടേജ് മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 മീറ്ററോളം വീതിയിൽ തന്നെ വീടിന്റെ ചുറ്റുഭാഗത്തായി സ്പേസ് വിട്ടിട്ടുണ്ട്. ചെടികളും മറ്റും നടുന്നതിനായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം മുഴുവനായി തന്നെ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വളരെ നീളമേറിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. മെയിൻ ഡോർ തുറന്ന് നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു കോർണർ സെറ്റേക്ക് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഒരു ഓപ്പൺ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ മറ്റൊരു ഏരിയ കാണാം. കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമായോ എക്സസൈസോ യോഗയോ ചെയ്യുന്ന ഒരു ഇടമാക്കിയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ഒരു മൂലയിലായി ഒതുങ്ങി തന്നെയാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. വാം കളറിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചൺ തന്നെ 2 പാർട്ടുകളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാം. കിച്ചന് പുറമെയായി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. മുഴുവനായി തന്നെ ഷീറ്റുകൾ കൊണ്ട് കവർ ചെയ്ത് കബോർഡ് വർക്കൊക്കെ നൽകി വളരെ ഭംഗിയോടെ തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളത്തിലും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. വുഡൻ കളറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 3 പാളികളുള്ള ഭംഗിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ റൂമിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടിയായി ഡ്രസ്സിംഗ് ടേബിളും ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ടഫൺ ഗ്ലാസിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു ലിവിംഗ് സ്പേസ് ആണ്. ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലും നല്ലൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകി ഭംഗി ഒട്ടും കുറയാതെ തന്നെയാണ് ഇവിടെയും TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂമായോ യൂട്ടിലിറ്റി ഏരിയയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമിലേക്കാണ്. ഏകദേശം 20 അടിയോളം നീളത്തിൽ വരുന്ന വളരെ നീളമേറിയൊരു വലിയ ബെഡ്റൂമാണ് ഇത്. എന്നാൽ നമുക്കിത് വേണമെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഏരിയയും യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനോഹരമായൊരു ബാൽക്കണി കൂടി നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. വീതി കുറവാണെങ്കിലും അല്പം നീളത്തിൽ തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്. ഇനി ഈ വീട്ടിലെ 5ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളത്തിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സേഫാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 7.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടും. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.